കട്ടപ്പന നഗരസഭയുടെ 2026-27 വർഷത്തെ വികസന കാഴ്ചപ്പാടുകൾ യാഥാർത്ഥ്യമാക്കുന്നതിന്റെ ഭാഗമായി 40 കോടി രൂപയുടെ സമഗ്രമായ പദ്ധതി നിർദ്ദേശങ്ങൾക്ക് നഗരസഭാ കൌൺസിൽ അന്തിമ അനുമതി നൽകിയതായി നഗരസഭാ അധ്യക്ഷൻ ജോയി വെട്ടിക്കുഴി. കട്ടപ്പനയുടെ സമഗ്ര വികസനത്തിനായുള്ള പ്രവർത്തനങ്ങളിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും സഹകരണവും പിന്തുണയും അഭ്യർത്ഥിക്കുന്നതായും ജോയി വെട്ടിക്കുഴി പറഞ്ഞു. കട്ടപ്പന മുനിസിപ്പാലിറ്റി 2026-2027 വർഷത്തേക്ക് ഏതാണ്ട് 40 കോടി രൂപ അടങ്കത്തുക വർത്തക നിലയിലുള്ള ഒരു പദ്ധതിക്കാണ് നമ്മൾ രൂപം കൊടുത്തിട്ടുള്ളത്. ഗവൺമെന്റിൽ നിന്ന് നമുക്ക് വിവിധ പദ്ധതികളിൽ പെടുത്തി നമുക്ക് ലഭിക്കുന്ന പൈസ, കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്ന ഗ്രാന്റുകൾ, അതോടൊപ്പം തന്നെ നമ്മുടെ തനത് വരുമാനം, ഇവയെല്ലാം കൂടിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങളായി നമ്മൾ എടുത്തിട്ടുള്ളത്. അതിലൂടെ ലഭിക്കുന്ന വരുമാനമാണ് നമ്മൾ വ്യത്യസ്തങ്ങളായ പദ്ധതിക്ക് വേണ്ടി വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തീരുമാനമെടുത്തിട്ടുള്ളത്. അതിലെ 15 കോടി രൂപ വാർഡുകളിലെ റോഡുകളുടെയും പാലങ്ങളുടെയും അതോടൊപ്പം തന്നെ കുടിവെള്ള പദ്ധതിയും ഓടകളുടെ നിർമ്മാണത്തിനുമൊക്കെ ഉപയോഗിക്കത്തക്ക നിലയിൽ ഒരു വാർഡിലേക്ക് 40 ലക്ഷം രൂപ എന്നുള്ള നിലയിലാണ് ഇപ്പോൾ കണക്കാക്കിയിരിക്കുന്നത്. ഗവൺമെന്റ് അലോട്ട്മെന്റിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ ആ തുകയിലും വ്യത്യാസം ഉണ്ടാകും. ഇല്ലെങ്കിൽ ഇത് തന്നെയായിരിക്കും ഒരു വാർഡിലേക്ക് ഈ വർഷം നമ്മൾ അനുവദിക്കുന്ന തുക. അതോടൊപ്പം തന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല പ്രവർത്തനങ്ങളും നമുക്ക് പൊതുവായി മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കട്ടപ്പനയ്ക്ക് ഒരു സ്റ്റേഡിയം ഉണ്ടാവുക എന്നുള്ളതാണ്. സ്റ്റേഡിയത്തിന് വേണ്ടി സ്ഥലം എടുക്കുന്നതിന് 5 കോടി രൂപയാണ് നമ്മൾ ഈ വർഷത്തെ പദ്ധതിയിൽ മാറ്റിവെച്ചിട്ടുള്ളത്. സ്ഥലം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മറ്റ് ഏജൻസികളുടെ സഹായത്തോടുകൂടി നമുക്ക് സ്റ്റേഡിയം പണി പൂർത്തിയാക്കാൻ കഴിയും. ഏറ്റവും കൂടുതൽ കായിക താരങ്ങളെ പ്രദാനം ചെയ്യുന്ന മലയോര മേഖല, അവർക്ക് ആവശ്യത്തിനുള്ള ഒരു പരിശീലനത്തിന് ആവശ്യമുള്ള സൗകര്യം ഇവിടെ ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് ആ ഒരു ലക്ഷ്യത്തോടു കൂടി നമ്മൾ സ്റ്റേഡിയത്തിന് സ്ഥലമെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്.